അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് കഅബാലയത്തെ നോക്കിയിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുത്തത് ആ കഅബാലയത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കഅബയോട്, കഅബയെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച കഅബാലയം, നീ സ്വർഗത്തിൽ നിന്ന് കല്ലുകൊണ്ടുവന്ന് സ്വർഗത്തിലെ കല്ലുകൊണ്ട് അലങ്കരിച്ചതാണ്. നിനക്കൊരുപാട് മഹത്വമുണ്ട്, ഒരുപാട് സ്ഥാനങ്ങളുണ്ട്, നിനക്ക് വല്ലാത്ത സുഗന്ധമാണ്. പക്ഷേ ദുനിയാവിൽ ഇത്രയൊക്കെ നേട്ടം നിനക്കുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമാർക്കാം. അള്ളാഹു നമുക്ക് മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കഅബാലയത്തിൽ ചെല്ലാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ലപോലെ ആമീൻ പറ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്നും ഞാൻ വെളിയിൽ നിൽക്കുമ്പോൾ ഒരു സഹോദരി നമ്മുടെ പള്ളിയിലേക്ക് വേണ്ടി സദഖ നൽകിയ ഒരു സഹോദരി യാത്രയിലാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കണ്ടത് ഓടി വന്നു, ഉസ്താദെ ഞാൻ പള്ളിക്ക് വേണ്ടി സദഖ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഉസ്താദ് എനിക്ക് ദുആ ചെയ്യണം, എനിക്ക് ഹജ്ജിന് പോകണം, ഈ വർഷം എനിക്ക് ഹജ്ജിന് പോകണം, ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഉസ്താദെ ഇനി അള്ളാഹു എനിക്ക് അതിനുള്ള അവസരം നൽകിയാൽ ഇനിയും അൽഹംദുലില്ലാ ഞാൻ സദഖ കൊടുക്കാം. അള്ളാഹു ആ സഹോദരിക്ക് അള്ളാഹു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഹജ്ജ് അത് വലിയ പുണ്യമാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നത് വലിയ മഹത്വമാണ്. നമ്മളിൽ പലർക്കും ഹജ്ജ് ചെയ്യാനുള്ള ആസ്തിയുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട്. ഞാനിന്നിപ്പോൾ നമ്മുടെ ജമാഅത്തിൻ്റെ ഖജാൻജിയോട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോട് പറഞ്ഞു, എപ്പോഴും ഖജാൻജി ഹാജിയാരെ കാരണം ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിലെ ഖജാൻജി ഒരു ഹാജിയാരാ. അപ്പോൾ എങ്ങനെ നമ്മുടെ ശരീഫ് ഹാജി അൽഹംദുലില്ലാ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനാ. പ്രായമുണ്ട്, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം മനുഷ്യൻ്റെ അവസ്ഥ ഇതാ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു കോട്ടയത്തൊരു യോഗമുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലായിരുന്നോടാ സുൽഫി പോയാ? കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ സംസാരിച്ചു, വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചു. ഒരാൾ അടുത്തുണ്ടായിരുന്നു, നല്ലപോലെ സംസാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയണത് പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു, അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. വളരെ അത്ര പ്രായമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ എന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് പിരിഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ 6 അടി മണ്ണിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എത്രയൊക്കെയുള്ള ജീവിതത്തിൻ്റെ വിലയും നമ്മൾ മനസ്സിലാക്കാം. അപ്പം ഞാൻ നമ്മുടെ പള്ളിയുടെ ഖജാൻജിയോടും പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകണമെന്ന്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിന് അള്ളാഹു ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട്, ഒരുപാട് പവിത്രതയും സ്ഥാനവും. നമ്മളെല്ലാവരും അങ്ങോട്ട് നിന്നാണ് നിസ്കരിക്കുന്നത്. എല്ലാവരും ആ കഅബയുടെ നേരെ നിന്നാണ് നമസ്കരിക്കുന്നത്. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വകാല അൻതു ഹറാം മൻ അഅലമ ഹുറുമതക വഅതിയബ റിഹക വഅലമ ഹുറുമതി ഇൻദല്ലാഹി മിൻക അൽ മുഅ്മിൻ. മഹാനായ പ്രവാചകൻ അവിടുന്ന് പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധമായ കഅബാലയത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കഅബാലയമേ, നിനക്ക് അല്ലാഹു ഒരുപാട് സ്ഥാനം നൽകിയിട്ടുണ്ട്, ഒരുപാട് മഹത്വം അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ട്. നിനക്ക് വല്ലാത്ത സുഗന്ധമാണ്, വല്ലാത്ത പരിമളമാണ്, നിന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു നിനക്ക് ദുനിയാവിൽ ഒരുപാട് സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, കഅബാലയത്തിനോട്, പരിശുദ്ധമായ ഹറമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വഅലമ ഹുറുമത ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്കെന്നറിയുമോ? അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്കെന്നറിയുമോ? അത് ഒരു യഥാർത്ഥ വിശ്വാസിക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, പഠിച്ചവനെ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു മഹാനാട്, മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനാരെന്നറിയണമെങ്കിൽ, ആ മഹാന്റെ മഹത്വം എന്തെന്നറിയണമെങ്കിൽ അവിടുത്തെ ചരിത്രമൊന്ന് വായിച്ചു നോക്കിയാ മതി. 91 വർഷക്കാലം ജീവിച്ചിരുന്ന ഗൗസുൽ ആലമിന്റെ ജീവിതമുണ്ടല്ലോ. എന്തിനാ സഹോദര, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള ജീവിതം വായിച്ചു നോക്കിയാ മതി. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ
ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അല്ലാഹുവേ അവിടുന്ന് എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ വായിച്ചു നോക്കിയാൽ ആ മഹാനാരാ, ആ മഹാന്റെ മഹത്വം എന്താ, അവിടുത്തെ സ്ഥാനം എന്താ, അല്ലാഹു എത്ര ആദരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ അവരെ കുറിച്ച് പറയണം. നിങ്ങൾ ചോദിക്കും എന്തിനാ ഉസ്താദേ മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? ഇവിടെ ഖുർആൻ പറയാമല്ലോ, ഹദീസ് പറയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറയാമല്ലോ. എന്തിനാണ് മഹാന്മാരെ കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മഹാന്മാരെ കുറിച്ച്, സയ്യിദന്മാരെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ പല പ്രഭാഷണങ്ങളിലും പല ഉസ്താദന്മാര് പറയുമല്ലോ. റസൂലുള്ളാഹിനെ കുറിച്ച് പറയാറുണ്ട്, അവിടുത്തെ സ്വഹാബത്തിനെ കുറിച്ച് പറയാറുണ്ട്, 4 മദ്ഹബിന്റെ ഇമാമുമാരെ കുറിച്ച് പറയാറുണ്ട്, അതുപോലെ സയ്യിദന്മാരെ കുറിച്ച് പറയാറുണ്ട്. പല പണ്ഡിതന്മാര്, അല്ലാഹുവേ എത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാര്. എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ അത്യുപ്പറ്റ ഉസ്താദിന്റെ ഉറൂസ് നടക്കുന്ന മാസമാ. എന്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാര്, ഇവരൊക്കെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ മാത്രമല്ല പ്രതിഫലം കിട്ടുന്നത്, മരണത്തെ കുറിച്ച് പറഞ്ഞാൽ മാത്രമല്ല പ്രതിഫലം കിട്ടുന്നത്, പ്രവാചകന്മാരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞാൽ പ്രതിഫലം കിട്ടുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദാ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറയല്, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറയല് ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 25 പ്രവാചകന്മാർ. എന്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് അത് ആദം നബിയാകട്ടെ, നൂഹ് നബിയാകട്ടെ, മൂസാ നബിയാകട്ടെ, ശുഐബ് നബിയാകട്ടെ, സുലൈമാൻ നബിയാകട്ടെ, യാക്കൂബ് നബിയാകട്ടെ, യൂസുഫ് നബിയാകട്ടെ, ഏത് പ്രവാചകനെ കുറിച്ച് പറഞ്ഞാലും അത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വദിക്റു സ്വാലിഹീൻ. അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ, അല്ലാഹു ബഹുമാനിച്ചവരുണ്ടല്ലോ, സ്വാലിഹീങ്ങളായ ആൾക്കാരുണ്ടല്ലോ. അല്ലാഹുവേ ആ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറയലൂ. എന്റെ പ്രിയപ്പെട്ടവരെ അത് മുഹിയുദ്ദീൻ ശൈഖാകട്ടെ, അല്ലെങ്കിൽ അജ്മീറിൽ കടന്നു തുറങ്ങുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈദീനുൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലെങ്കിൽ അങ്ങ് ഏതാ ഏർവാടിയിൽ കിടക്കുന്ന ശൈഖ് ഇബ്രാഹിം ബാദുഷാ ഏർവാടി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലെങ്കിൽ മുത്തുപേട്ടയിൽ കടന്നുറങ്ങുന്ന ദാവൂദുൽ ഹകീം വലിയുള്ളാഹ്, ആരെ കുറിച്ചാകട്ടെ അവരൊക്കെ അല്ലാഹു ആദരിച്ചവരല്ലേ. എന്തിനാ ഏർവാടിയിൽ പോകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിസരങ്ങളിൽ എത്രയോ മക്ബറകളുണ്ട്. ചങ്ങനാശ്ശേരി പായ്പടക്കട, ചങ്ങനാശ്ശേരി പഴയ പള്ളിയില്, അതുപോലെ ആദിക്കാട്ട് കുളങ്ങരയില്, ഇങ്ങനെ പരിസരങ്ങളിൽ എത്രയോ മഹാന്മാര് കിടക്കുന്നുണ്ട്. ഇവരൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കളല്ലേ, ഇവരൊക്കെ അല്ലാഹു ആദരിച്ചവരല്ലേ, ഇവരൊക്കെ അല്ലാഹ് ഇഷ്ടപ്പെട്ടവരല്ലേ, അവരൊക്കെ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വദിക്റു സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയല്, സ്വാലിഹീങ്ങളെ ഓർമ്മപ്പെടുത്തല് കഫാറത്തുന്, അത് പാപമോചനം നേടിത്തരുന്ന ഒരു കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരെ കുറിച്ച് പറയല്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, സയ്യിദന്മാർ, സ്വാലിഹീങ്ങൾ, അല്ലാഹു ആദരിച്ചവരെ കുറിച്ച് പറയൽ അത് നമ്മുടെ പാപം പൊറുപ്പിക്കുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഇത് പലർക്കും ദഹിക്കാത്ത കാര്യം ഇതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ കറാമത്തുകളൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ
എൻ്റെ പ്രിയപ്പെട്ടവർ, ഓരോ കാര്യങ്ങളും നമ്മുടെ അനുഭവങ്ങൾ പലതും പറയണമെന്നുണ്ട്, പക്ഷേ ലൈവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ മക്ബറുകൾ സിയാറത്ത് ചെയ്യാറുണ്ട്. ഏർവാടിയിൽ പോകാറുണ്ട്, ആറ്റാങ്കരയിൽ പോകാറുണ്ട്, നാഗൂർ പോകാറുണ്ട്, മുത്തുപേട്ടയിൽ പോകാറുണ്ട്. ഇവിടെയൊക്കെ പോകുമ്പോൾ ആ മഹാന്മാരുമായിട്ട് വല്ലാത്ത ഒരു ബന്ധം, അവിടുത്തെ മക്കാമുകളുമായിട്ട് വല്ലാത്തൊരു ബന്ധം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുമായിട്ടുള്ളൊരു ബന്ധം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ മുത്തുപേട്ടയിൽ, ഞാനിങ്ങനെ മുത്തുപേട്ടയിൽ പോകുമ്പോൾ ഇപ്പം അവിടെ ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു വലിയ കാറ്റ് വരുന്നു. എന്തൊക്കെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ, 2 വർഷം മുമ്പ് ഇതേപോലെ ഒരു കാറ്റ് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പള്ളിയുടെ മുകളിലുള്ള സീറ്റുകളൊക്കെ അടിച്ചു മാറ്റുക. അപ്പോൾ ചോദിച്ചു പറഞ്ഞു, കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ഈ കാറ്റ് വന്നപ്പോൾ എല്ലാം പറന്നുപോയി. അപ്പോൾ പറഞ്ഞു, ഈ പരിസരത്തുള്ള വീടുകൾ മുഴുവനും, ഏകദേശമുള്ള വീടുകൾ, തെങ്ങുകളൊക്കെ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒടിഞ്ഞു പറന്നു പോകുക, വണ്ടികൾ, നിർത്തിയിട്ടിരുന്ന വണ്ടികൾ പോലും. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഈ മക്കാമിനകത്ത് ആണും പെണ്ണും ഇല്ല. രാത്രി 12 മണി സമയമായപ്പോൾ സുബഹി വരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ എല്ലാവരും ആ മക്ബറയ്ക്കകത്ത്. അപ്പോൾ സേഫ് അവിടെ ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ്, കാരണം അവിടെ കിടന്നുറങ്ങുന്നത് സാധാരണ ആളല്ലല്ലോ, അള്ളാഹു ആദരിച്ചവരല്ലേ. അള്ളാഹു അവരുടെയൊക്കെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പിന്നെ പലർക്കും തെറ്റിദ്ധാരണകളാണ് മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ, സയ്യിദന്മാരെ കുറിച്ച് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ. അതങ്ങനല്ലേ, അവിടെയല്ലേ ചോദിക്കേണ്ടത്, ഇവിടെയല്ലേ? അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. എല്ലാവരും ഏതെങ്കിലും പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ മാത്രമല്ല. മുഹീദ്ദീൻ മാലയൊക്കെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ആരാ പറഞ്ഞത്? അത്ഭുതം തോന്നിയിട്ടുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ചിന്തിച്ചു നോക്ക്. ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഇശായിക്ക് എടുത്ത ഒളു കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സുബഹി നിസ്കരിച്ചു. അത് എത്രയോ കൊല്ലം. മഹാനവറുകൾ ഒറ്റ രാത്രിയിൽ നിന്നുകൊണ്ട് ഖത്തമോദി തീർത്തു എന്ന് ഞാനിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. പഠിച്ചോനെ, ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഒറ്റ രാത്രി കൊണ്ട് ഖത്തം തീർക്കാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2 ദിവസം മുമ്പ്, ഒരു 2-3 ദിവസം മുമ്പ് ഞാനിങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം ഓതേണ്ട ആവശ്യം വന്നു. ഞാൻ ഓതിയത് പറഞ്ഞ് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയല്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഖത്തം തീർക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഒരു 10 മണി എനിക്ക് 10:10 ഞാൻ ഓതാനിരുന്നു. കറക്റ്റ് 3 മണിയായപ്പോൾ ഞാൻ 14 ജുസുവോളം ഇരുന്ന് ഓതി. 5.5 മണിക്കൂർ കൊണ്ട് ഞാൻ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ കൊണ്ട് പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മഹത്വം പറഞ്ഞതല്ല. ആ ഒരു 5-5.5 മണിക്കൂർ കൊണ്ട് ഖുർആനിൻ്റെ പകുതിയോളം 13.25 ജുസുവോളം എനിക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, ഒരു രാത്രി കൊണ്ട് വേണമെങ്കിൽ 2 ഖത്തം തീർക്കാൻ പറ്റും. നമ്മൾ സാധുക്കളായ ജാഹിലുകളായ ഒരു വിവരവും ഇല്ലാത്ത നമുക്കോതാൻ പറ്റിയിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയകൾ, ഉലിയാക്കന്മാർ, അവർക്കൊക്കെ ഓതാൻ കഴിയും സഹോദരങ്ങളെ. പക്ഷെ നമ്മളവരെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അത് ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോഴേ നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവരെ കുറിച്ച് പറയൽ, ആ മഹാന്മാരെ കുറിച്ച് പറയൽ, അള്ളാഹു ആദരിച്ച സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ കഫാറത്തുന്നത് പാവം പൊറുക്കുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വദികുറുൽ മൗതി, മരണത്തെ ഓർക്കുന്നത് സദഖയാ. മരണത്തെ കുറിച്ച് ഓർക്കുന്നത് സദഖയാണ്. ആരാ പറയുന്നത്? മുത്തുനബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മരണത്തെ കുറിച്ച് ഓർക്കുന്നത് സദഖയാ. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വദികുറുൽ ഖബരി യുഖരിബു മിനൽ ജന്നാ. എന്തിനാ 1 മണിക്കൂറത്തെ വാഴെന്തിനാ? ഈ പറഞ്ഞ 4 അറിവ് മതിയല്ലോ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാറ്. അമ്പിയാക്കന്മാര്, പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് തന്നെ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു ആദരിച്ച മഹാന്മാരുണ്ടല്ലോ, അത് സയ്യിദന്മാരാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, ഈ നാട്ടിലെ ഏതെങ്കിലും അള്ളാഹു ആദരിച്ച നല്ല നല്ല അത്തമാര്, അപ്പമാര്, ഉപ്പമാര്, എത്രയോ നല്ലവരുണ്ടല്ലോ. അവരെ കുറിച്ച്
പറ, ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന 5 വഖത്ത് നമസ്കരിച്ചിരുന്ന നിസ്കാരത്തടമ്പുള്ള പടച്ചറപ്പിനെ പേടിച്ചു ജീവിച്ചിരുന്ന വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടു പോയ നിങ്ങൾ പലരും മയ്യത്ത് കണ്ടപ്പോ കൊതിച്ചു പോയല്ലോ ഇവരെ പോലെ ഒന്ന് മരിക്കാൻ. പടച്ചവനെ, പള്ളിക്കകത്ത് കിടന്ന് മരിച്ചവരുണ്ട്, നിസ്കാരപ്പായിൽ കിടന്ന് മരിച്ചവരുണ്ട്, 27-ാം രാവിലെ മരിച്ചവരുണ്ട്, വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പേ പള്ളിപ്പറമ്പിലെ ഖബറിൽ ഇറക്കി വെച്ചവരുണ്ട്. അങ്ങനെ അള്ളാഹു ആദരിച്ചവരെ കുറിച്ച് പറയുന്നത് പാപം പൊറുക്കാനുള്ള കാര്യമാ. മൂന്നാമതായിട്ട് പറഞ്ഞു, നിങ്ങൾ മരണത്തെ ഓർക്കണേ, നിങ്ങൾ മരിക്കേണ്ടവരാണെന്ന് നിങ്ങൾ ഓർക്കണേ. അത് സദഖ കിട്ടുന്ന കാര്യമാ, അത് സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് 4-മതായി പറയുകയാണ്, വദിക്റുൽ ഖബരി, നിങ്ങൾ ഖബറിനെ കുറിച്ച് ഓർക്കണേ, നിങ്ങളുടെ ഖബറിനെ കുറിച്ച് ഓർക്കണേ. ഞാനും നിങ്ങളും അവസാനം പോയി കിടക്കേണ്ട ഖബറുണ്ടല്ലോ, ആ ഖബറിനെ കുറിച്ച് ഓർക്ക് സഹോദരാ. ആ ഖബറിനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, യുഖരിബുകും മിനൽ ജന്നാ, പള്ളിപ്പറമ്പിലെ ഖബറിനെ കുറിച്ച് ഓർത്താ അത് സ്വർഗത്തിലേക്ക് നിന്നെ അടുപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. ഖബറിനെ കുറിച്ച് ഓർക്കുന്നവന്റെ ഹൃദയത്തിൽ വല്ലാത്ത മാറ്റമാ. പക്ഷേ നമ്മളത് ആഗ്രഹിക്കുന്നില്ലല്ലോ, നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇസ്നതാനി യക്റമുഹുമാ ഇബ്നു ആദം, ആദമ സന്തതികൾക്ക് 2 കാര്യം വെറുപ്പാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, 2 കാര്യം ആദമിന്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഈ പറയുന്ന എനിക്കും ഇഷ്ടമില്ല, കേൾക്കുന്ന നിങ്ങൾക്കും ഇഷ്ടമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങളുണ്ട്. അതിലെ ഒരു കാര്യം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, അൽ മൗതു, മരണത്തെ കുറിച്ച് പറയുന്നത്, മരണത്തെ കുറിച്ച് ഓർക്കുന്നത് ആദമിന്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് മരണത്തെ കുറിച്ച് പറയുന്നത് തന്നെ ഇഷ്ടമല്ല. മരിക്കണമെന്നുള്ള ചിന്ത നമുക്കില്ലല്ലോ. എന്തിനാ ഇത് പറഞ്ഞു ഭയപ്പെടുത്തുന്നത്? മരണത്തെ കുറിച്ച് പറയുന്നത് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാ. പക്ഷേ ഓർക്കണം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെ കുറിച്ച് ഓർക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിക്കകത്തിരുന്ന തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ഒരു ശുഹദാ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ബദരീങ്ങൾ ഉണ്ടല്ലോ. ആ ശുഹദാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന 7 പ്രതിഫലം എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ കഴിയില്ലല്ലോ, ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ, ഞങ്ങൾക്ക് ഷഹീദാകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നബിയേ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല സൽക്കർമ്മമുണ്ടോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല നന്മയുമുണ്ടോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണോ? സയ്യിദ് ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹു മുതൽ ഒരുപാട് സ്വഹാബത്ത് ഷഹീദായല്ലോ, ഒരുപാട് ശുഹദാക്കളുണ്ടല്ലോ. ഈ ശുഹദാക്കളുടെ കൂടെ ഹംസ റളിയല്ലാഹു തആല അൻഹു കയ്യും കാലും കരളും വരെ കൊടുത്ത സഹാബിയല്ലേ. പഠിച്ചവരെ, എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രം പഠിച്ചവരാ. ഈ ശുഹദാക്കളുടെ കൂടെ നാളെ ഒരുമിച്ച് കൂടണോ? അല്ലാഹുവിന്റെ റസൂൽ
റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ നിങ്ങൾക്ക് ആർക്കെങ്കിലും നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണോ? ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഒരു ദിവസം നീ 20 പ്രാവശ്യം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ പാതിരാത്രി കിടപ്പറയിലേക്ക് പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 20 പ്രാവശ്യം നീ ചിന്തിക്കണം, അല്ലാഹുവേ ഞാൻ മരിച്ചു പോകുമല്ലോ അല്ലാ, ഞാനും മരിച്ചു പോകുമല്ലോ അല്ലാ. 20 പ്രാവശ്യം ഓർക്കാ നമ്മളെ കൊണ്ടാരെ കൊണ്ടാ കഴിയുക? 20 പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ ദുനിയാവിന്റെ തൊടിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും നടക്കുന്നല്ലോ. ഒരു വട്ടമെങ്കിലും നീ പള്ളിപ്പറമ്പിലേക്ക് പോകേണ്ടവനാണെന്നുള്ള ഓർമ്മ വന്ന 5 നേരം നിസ്കരിക്കാൻ ഈ പായിപ്പാട് പള്ളി തികയില്ലല്ലോ. ഈ പായിപ്പാടിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാര്, ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ, അല്ലാഹുവേ ഞാൻ മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ 20 പ്രാവശ്യം ഓർക്കണ്ട, ഒരേ ഒരു പ്രാവശ്യം ആ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ മുസമ്മിൽ ഉസ്താദ് തൊണ്ട പൊട്ടികെട്ട് വിളിക്കുന്നു, ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വാ. ഇത് വിളിക്കുന്നത് അള്ളയല്ലേ, ഇത് വിളിക്കുന്നത് പടച്ചറബല്ലേ. ആ വിളിക്ക് ഈ പള്ളി തികയുമായിരുന്നോ സഹോദരാ? പടച്ചറബേ, വിഷമങ്ങൾ തോന്നാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. നമസ്കാരങ്ങൾ നടക്കുമ്പോ കയ്യിലെണ്ണാവുന്നവര് മാത്രം ഇന്ന് അസർ നമസ്കാരത്തിന്റെ സമയമെത്തിയപ്പോ അത്ഭുതമായി പോയി പടച്ചവര്. ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കാൻ ഒരാളെ കാത്തു നിൽക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെടൂല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഒരു ദിവസം 20 പ്രാവശ്യം അല്ലാഹുവേ ഞാൻ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നവന് നാളെ ഷഹീദിന്റെ കൂലി ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടും. 20 വേണ്ടായിരുന്നു, ഒരു വട്ടം ഓർമ്മയുണ്ടെങ്കിൽ ഈ ഗതി വരുമോ? നിങ്ങളാരെയും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളാരും നിസ്കരിക്കാത്തവരെന്നല്ല. ഞാൻ ഇന്ന് നോക്കുമ്പോ ഇവിടെ ഈ മെഷീൻ ഇട്ടത് കാരണം ബാങ്ക് കൊടുത്തത് കേട്ടില്ല. കഥക തുറന്നപ്പോ മുസമ്മിലിസ്താ കറങ്ങ ഐക്കാമത്ത് കൊടുക്കാൻ ആളില്ല, ഞാൻ അതിനായി പോയില്ലോ. അതിപ്പോഴങ്ങാണ്ടൊരു പാവപ്പെട്ടൻ കയറി വന്നു. അതുകൊണ്ടാ അല്ലാഹു അഅലം. നിങ്ങൾ ചിന്തിക്ക്, മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ പള്ളിക്കകത്ത് ഇല്ല. ഇങ്ങനെ നടക്ക്. ഒരു ദിവസം ഇതിനകത്ത് നിന്നെ കൊണ്ടുപോക്കും, അന്നറിയാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൊണ്ടുപോക്കുമല്ലോ പടച്ചവൻ ഒരു ദിവസം. എത്ര കോടി നടക്കുന്നവനാണെങ്കിലും എത്ര സമയമില്ല അല്ലേ? പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. തിരക്കിക്കോ. അത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ, നിന്റെ ജോലി പള്ളിപ്പറമ്പിൽ പോകുന്നവരെ തീരൂല, നിന്റെ തിരക്ക് ഒരു കാലത്തും തീരൂല. ആ തിരക്ക് നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന പണിഷ്മെന്റാ. ഈ മിസിയം കറങ്ങുന്നത് പോലെ നിന്റെ ആയുസ്സല്ല കറക്കും. ഒരിക്കലും നിന്റെ ഈ ജോലി തീരൂല. ഒരിക്കലും തീരാത്ത ജോലി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ എവിടെ എത്തിയെന്ന്, നമ്മൾ എവിടെ പോയി, നമ്മുടെ അവസ്ഥയെ കുറിച്ച് ഓർക്കുന്നില്ല. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കടയും തുറന്നിട്ടിരിക്ക, കച്ചവടക്കാരെല്ലാം അല്ലാഹുവേ നിസ്കരിക്കാൻ പോയാ. എടാ പഹയ, ചിന്തിക്കടാ. നീ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കാത്തതെന്തേ? നീ കിടന്ന് പള്ളിക്കകത്ത് കയറാതെ ഈ കിടന്ന് പരക്കം പായുന്നല്ലോ. നിസ്കാരം പള്ളിയുടെ മുന്നിൽ പോയാലും കേറുന്നില്ലല്ലോ നിസ്കരിക്കാൻ. എന്തേ ചിന്തിക്കുന്നത്? അല്ലാഹുവേ ഞാൻ പോയി കഴിഞ്ഞാൽ അല്ലാഹ് എന്റെ ജോലി പോയി, എന്റെ ശമ്പളം പോയി, എന്റെ പൈസ പോയി, എന്റെ ഭാര്യക്കാര് ചെറുവിന് കൊടുക്കും, എന്റെ മക്കൾക്കട അല്ലാഹ് കൊടുക്കൂടാ. എന്റെ പൊന്നാര സഹോദരങ്ങളോട് പറയുന്ന അല്ലാഹ് കൊടുക്കും. അല്ലാഹയല്ലേ പറഞ്ഞത് കൊടുക്കാന്ന്? അല്ലാഹയാണ് പറയുന്നത്. സൂറത്തു ത്വാഹ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയിലൂടെ അല്ലാഹു പറയുകയാ, 5 നേരം നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത്. അവിടുന്ന് പറയുകയാണ്, 5 നേരം ആരാണോ നമസ്കരിക്കുന്നത്, തന്റെ കുടുംബക്കാരെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നത്, ആ നമസ്കരിക്കുന്നവന് അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ 1ാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, അതാ നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ നമസ്കരിക്കുന്ന
മനുഷ്യന് മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ പ്രതിഫലം അല്ല പറയുകയാ, 5 നേരം ആരാണോ നമസ്കരിക്കുന്നത് ആ നമസ്കരിക്കുന്നവന് ഞാൻ തരും ഭക്ഷണം മരിക്കുന്ന കാലം വരെ. അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, സൂറത്തു ത്വാഹ. അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, നിനക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം, നീ പേടിക്കണ്ട. എന്നിട്ട് അല്ല പറയുക, നമ്മൾ അല്ലാഹ്ക്ക് അറിയാം, നമ്മൾ ഉടനെ മുടന്ത ന്യായം ചോദിക്കുമെന്ന് അല്ലാഹ്ക്ക് അറിയാം. അതുകൊണ്ട് അല്ല പറയുക, എടാ നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, റാസിക്ക് നീയല്ല, ഞാനാ. അല്ല പറയുന്നു, റിസ്ക് തരുന്നവൻ ഞാനാ, നീയല്ല. നിനക്ക് റിസ്ക് തരുന്നവൻ ഞാനാ, ഞാൻ തരും നിനക്ക്. നീ ഈ നിസ്കരിക്കാത്തത് ഈ പൈസയുടെ പേരിൽ, ഈ ഭക്ഷണത്തിന്റെ പേരിലാണെങ്കിൽ അതല്ല മോനെ, ഞാൻ തരാം മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം. നീ പള്ളിക്കകത്ത് കയറി നിസ്കരിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. എന്താ വിശ്വസിക്കാൻ മടിയുണ്ടോ? വിശ്വസിക്കാൻ മടിയുണ്ടോ? ഏതാ മുസമ്മിൽ ഉസ്താദ് ആയത്തിനെ മറന്നുപോയി, അള്ളാഹു ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായിരുന്നു? അള്ളാഹുവിന്റെ ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക വല്ലദാദിയ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക വൽആഖിബത്തു ലിത്തഖ്വ. വിശുദ്ധ ഖുർആൻ സൂറത്തു താഹ എടുത്ത് നോക്കുക, 132-ാമത്തെ ആയത്തെന്നാണ് തോന്നുന്നുണ്ട് ഓർമ്മ. അല്ല പറയാ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. അല്ല പറഞ്ഞു, ഞാൻ തരും ഭക്ഷണം നിനക്കും നിന്റെ കുടുംബത്തിനും. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? തലകുത്തി നിൽക്കാൻ അല്ലേ? തലകുത്തി നിൽക്കാൻ, അല്ലെങ്കിൽ കടക്കകത്ത് പോയിരിക്കും. അല്ല പറഞ്ഞു, അല്ല പറഞ്ഞില്ലടാ ഞാൻ തരും നിനക്ക് ഭക്ഷണം. അപ്പൊ നീ ചോദിക്കും, ഉസ്താദെ അപ്പൊ ഞാൻ കടയിൽ പോണ്ടേ, എനിക്കെന്താ? എന്നാൽ നിന്റെ ഈമാൻ പോലെ ഇരിക്കും. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കടയിൽ പോവാ. അൻസാരിയാണ്, ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ സവാള പൊക്കാൻ പറ്റത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ വീടിനകത്ത് കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കണ്ടേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടയിൽ കച്ചവടം ഉണ്ടാവണമെങ്കിൽ പള്ളി കയറണ്ടേ? നിസ്കരിക്കണം. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ, നല്ല കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ലേ, ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു ആ ഉമ്മയുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി അള്ളാഹു എപ്പോഴും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാം പുറകിൽ വരും, പിന്നെ ഒന്നും പേടിക്കണ്ട. അതുകൊണ്ട് നമസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറ്. ആ സമയത്ത് വരുന്ന കച്ചവടക്കാരൻ്റെ അവന്റെ പൈസ വേണ്ട, അങ്ങനെ കരുതിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആയുസ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. ആ മരണത്തെക്കുറിച്ച് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ നാളെ ശുഹദാക്കളുടെ കൂടെ നിനക്ക് ഒരുമിച്ച് കൂടണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഷഹീദിന്റെ കൂലി നിനക്ക് കിട്ടണോ? റസൂലുള്ളാഹി പറഞ്ഞു, 20 പ്രാവശ്യം നീ മരിക്കുമെന്ന് നീ അവിടെന്ന് മരണത്തെക്കുറിച്ച് ഓർത്താൽ നിനക്ക് അല്ലാഹു നാളെ ഷഹീദിന്റെ കൂലി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് മാറ്റിവെച്ച് ഒരാളെ കൂലിക്ക് നിർത്തിയിരിക്കുകയാ. എന്തിനാ ഉമർ ചിരിക്കുന്നത് കണ്ടാൽ, ഉമറിന്റെ ചാരത്ത് വന്നിട്ട്, ഖലീഫയായ ഉമറിന്റെ ചാരത്ത് വന്നിട്ട്, ഉമറേ നീ മരിച്ചു പോകും ഉമറേ എന്ന് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ സ്വന്തം പൈസ കൊടുത്തിട്ട് ഒരാളെ കൂലിക്ക് നിർത്തിയ സ്വഹാബിയാണ്. മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ തയ്യാറാക്കി വെച്ചിരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ഉമർ തങ്ങൾ അതാ ജോലിക്ക് നിൽക്കുന്ന സ്വഹാബിയെ വിളിച്ചു, കൊടുക്കാറുള്ള പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു, ഇനി നിന്റെ ആവശ്യം എനിക്കില്ല, ഇനി ഒരു മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആളിന്റെ ആവശ്യമില്ല. ആ മനുഷ്യൻ ചോദിക്കുന്നു, അല്ല ഖലീഫ
എന്തിനാ എന്നെ പിരിച്ചുവിടുന്നത്? എന്റെ ഭാഗത്ത് നിന്നൊരു പോരായ്മയും ഉണ്ടായിട്ടില്ലല്ലോ. ആ സമയത്താണ് ഉമർ പറഞ്ഞു, ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എന്റെ താടിയിലെ ഒരു മുടി നരച്ചു, എന്റെ താടിയിലെ ഒരു മുടി നരച്ചു. ഈ രോമം എന്നെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ്.